നമുക്ക് എന്താണ് ഇന്ന് മാത്സിൽ എന്താണ് ജിയോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കാം. നമുക്ക് ട്രയാങ്കിൾ വെച്ച് തുടങ്ങാം. ട്രയാങ്കിളിൽ എല്ലാവർക്കും അറിയുന്ന പോലെ 3 സൈഡ് കാണും, 3 വെർട്ടീസസ് കാണും, പിന്നെന്താണ് 3 ആൾട്ടിറ്റ്യൂഡ് കാണും. ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാവും. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വെർട്ടീസസിനും നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നതാണ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ട്രയാങ്കിളിൽ 3 സൈഡ് കാണും, 3 വെർട്ടീസ് കാണും, 3 ആൾട്ടിറ്റ്യൂഡ് കാണും. പിന്നെ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അതായത് ഇപ്പം ABC ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 180 ഡിഗ്രി ആയിരിക്കും. പിന്നെന്താണ്, ഇപ്പം രണ്ട് ആംഗിൾ തന്നു, മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് അത് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇപ്പം ഇങ്ങനത്തെ ചോദ്യമൊന്നും ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഒരു ട്രയാങ്കിൾ തന്നു പറഞ്ഞിട്ട് 60 മറ്റേത് 30 ആണെങ്കിൽ എന്താണ് ഈ ആംഗിൾ 90 ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ടോട്ടൽ സം എന്ന് പറയുന്നത് 180 വരുള്ളൂ. അതുപോലെ തന്നെയാണ് 3 സൈഡ് തന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെ സൈഡാണ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇവിടെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് തരുക ABC, അതായത് 5, 4, 9. ഇത് ഒരു ട്രയാങ്കിൾ ഫോം ആവും. ഇത് ഒരു ട്രയാങ്കിൾ ഫോം ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 5ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 9 വരുന്നത്. അതായത് മറ്റേ രണ്ട് സൈഡിൻ്റെ സം എന്ന് പറയുന്നത് സിനേക്കാൾ വലുതായിരിക്കണം, എന്നാൽ മാത്രമേ ട്രയാങ്കിൾ ഫോം ആവത്തുള്ളൂ. ഇവിടെ എന്താ 9 മാറി 10 ആവുകയാണെങ്കിൽ ട്രയാങ്കിൾ ഫോം ആവുമായിരുന്നു. അങ്ങനെയല്ല, തെറ്റിപ്പോയി. എന്താണ് ഇവിടെ ഒരു 5 ആവുമായിരുന്നെങ്കിൽ സെറ്റായ ട്രയാങ്കിൾ. അതായത് രണ്ട് ചെറിയ സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് വലിയ സൈഡിൻ്റെ ആ ഒരു ലെങ്ത്തിന് എക്സീഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ട്രയാങ്കിൾ ഉണ്ടാകത്തുള്ളൂ. നമുക്കെന്താണ് ബേസിക്കായിട്ട് തന്നെ ചിന്തിച്ചറിയാൻ പറ്റും. അതായത് ഇപ്പം 5, 4, 9 എടുക്കുകയാണെങ്കിൽ നടുക്ക് വരുന്ന മാക്സിമം ആംഗിൾ എത്ര ഉണ്ടാവുള്ളൂ? 179 വരത്തുള്ളൂ. കാരണം 150 സ്ട്രൈറ്റ് ലൈൻ ആവും. അപ്പം ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ തന്നെ വരും, ഇങ്ങനെ വരും. ഇപ്പം ഇത് 5, ഇത് 4. ഇപ്പോൾ 9 പറഞ്ഞ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എത്താതെ പോകും. ഇപ്പം 5, 4 എന്ന് പറയുന്നത് കുറച്ച് ചെരിവുള്ളതുകൊണ്ട് എന്തായാലും 9നേക്കാളും കൂടുതലുണ്ടാവുമല്ലോ. അപ്പം ജസ്റ്റ് ഇവിടെ എത്താതെ പോകും. അപ്പം എന്താണ്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് ഈ 9 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഈ ഏറ്റവും വലിയ സൈഡ് ആയിട്ട് വിചാരിക്കുക. ഏറ്റവും വലിയ സൈഡ് തന്നെയാണ് ഇങ്ങനെ വിചാരിക്കുക. അതായത് ബാക്കിയുള്ള ഈ 5ഉം 4ഉം കൂടി എടുത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ 9 സെൻറ്റിമീറ്റർ നേരെ വരത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയേ പറ്റൂ, ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ എന്താണ് മാക്സിമം 179 വരെ പോരാൻ പറ്റും. ആംഗിൾ 179 ചെരിവുള്ളതുകൊണ്ട് എന്തായാലും 5ഉം 4നേക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഭാഗത്ത് എത്താതെ പോകും, ഈ രണ്ട് ഭാഗത്തും എത്താതെ പോകും. അപ്പോൾ ട്രയാങ്കിൾ പോസിബിൾ അല്ല. ഈ തിയറത്തിന് പേരെന്താണ്? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം എന്നാണ്. അതായത് പറഞ്ഞു വരുന്നത് എന്താ, ഈ രണ്ട് ചെറിയ സൈഡ് കൂട്ടുമ്പോൾ എന്താണ് ഈ വലിയ സൈഡിനേക്കാളും ഉണ്ടാകണം, എന്നാലേ എന്താവുള്ളൂ. കാരണം ഈ 179 മിനിമം ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ ട്രയാങ്കിൾ പോസിബിൾ ആവത്തുള്ളൂ. ഇനി എന്താണ്, ഇനി അടുത്തത് ഏരിയ ഓഫ് എ ട്രയാങ്കിളാണ്. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിളിലെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. എന്താണ്, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ അറിയാം. അത് ABC. എന്താണ് ഹൈറ്റ് വരയ്ക്കാം. ഇത് H. എന്താ ഈ ഒരു ഹൈറ്റ് മാത്രമാണോ? അല്ല, ഇവിടെ വേറെ ഹൈറ്റുണ്ട്, ഇവിടെ വേറെ ഹൈറ്റുണ്ട്. അപ്പോൾ H1 എന്താണ്, H2, H3. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ പറയുന്നത്? അതായത് ഏരിയ എന്ന് പറയുന്നത് ½ ഇൻറ്റു
ബേസ് എന്ന് പറയുന്നത് A×H1 എന്ന് പറയും. അതുപോലെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റുന്നത് ½ × B×H2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും ½ × C×H3 എന്ന് എഴുതാൻ പറ്റും. ഇതെല്ലാം എന്താണ്, ഇത് ഒരേ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ്. അതായത് ന്യൂമറിക്കൽ പറയുമ്പോൾ ഒരേ ഭാഗത്തെ ഏരിയ തന്നെയാണ്. അതെന്താണ്, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആണ് മീൻസ് എന്താണ്, ഇത് എല്ലാം ചെയ്യുമ്പോൾ ഒരേ ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എന്താണ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് ½ × A×H1 എന്ന് പറയുന്നതും ½ × B×H2 എന്ന് പറയുന്നതും ½ × C×H3 എന്ന് പറയുന്നത് എന്താ സെയിമാണ്. കാരണം എന്താണ്, ഇതെല്ലാം ഒരേ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ്. ഇതിനർത്ഥം എന്താ, എനിക്കാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ബേസ് ഏരിയ ഒരു ഹൈറ്റ് അറിയാമെങ്കിൽ എനിക്ക് മറ്റേ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് A, ഇത് B, ഇത് H1, അത് H2. അപ്പം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എയും ബിയും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഓരോ സംഖ്യ കൊടുക്കാം. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്ന ഈ സൈഡ് 5ഉം ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ ഹൈറ്റ് എന്ന് പറയുന്ന 2ആണ്. അതുപോലെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ 2ഉം ഈ ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതെന്താ ചെയ്യുന്നത്, അതായത് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ½ ബേസിൻ്റെ ഹൈറ്റില്ല. അപ്പോൾ ½ × 5 × 2 എന്ന് വരും. അപ്പം എന്താണ്, 5 ആണ് ഏരിയ. അപ്പുറത്തെ ഹൈറ്റ് വെച്ചെടുക്കുമ്പം എങ്ങനെയാണ്, അതായത് അപ്പുറത്തെ ബേസും അപ്പുറത്തെ ഹൈറ്റും വെച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ്, അതായത് ½ × ബേസ് നമുക്ക് അറിയാമല്ലോ അല്ലേ, ½ × 2 × ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര, 5 എന്ന് തന്നിട്ടുണ്ട്. 2 × 2 എത്ര ഹൈറ്റ് 5 എന്ന് കിട്ടും. ഇവിടെ എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി, ഹൈറ്റും സൈഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മനസ്സിലായി. ഒരേ ട്രയാങ്കിളിൻ്റെ ഹൈറ്റും സൈഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മനസ്സിലായി. അതായത് ഇവിടെ ഹൈറ്റ് സൈഡ്, ആദ്യത്തെ ഹൈറ്റ് എത്രയായിരുന്നു, 2ആയിരുന്നു. അപ്പം സൈഡ് എത്രയായിരുന്നു, 5ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തെ ഇതിന് എടുത്തപ്പോൾ എത്രയായിരുന്നു, ഇവിടെ 5ആയി, ഇവിടെ 2ആയി. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയുള്ള 10 10 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റും സൈഡും റേഷ്യോ 2:5 ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ തന്നെ ഓപ്പോസിറ്റുള്ള ബേസും അതിൻ്റെ ഹൈറ്റിൻ്റെ റേഷ്യോ 5:2 ആയിരിക്കും. ഇതിന് അപ്പം H1:H2:H3 എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, 1/A:1/B:1/C എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മോഡ് വരുന്നത് ക്വസ്റ്റ്യനാണ്. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതായത് നമുക്ക് തന്നേക്കുന്ന ആൾട്ടിറ്റ്യൂഡാണ് തന്നേക്കുന്നത്. അത് കഴിഞ്ഞ് അല്ല രണ്ടായി ക്വസ്റ്റ്യൻ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ചെയ്യാം കുറച്ച് കഴിഞ്ഞ്. ഇവിടെ എന്താണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അത് നമുക്ക് തന്നേക്കുന്നത് എന്താ, സൈഡ്സിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്. അപ്പം ആൾട്ടിറ്റ്യൂഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞു, സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ 2:3:4 ആണ്. അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡിൻ്റെ റേഷ്യോ വരുമ്പോൾ 1/2:1/3:1/4 വരും. പക്ഷേ 1:1/3:1/4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കണം. ഇപ്പം കാണുമ്പോൾ നമുക്കറിയാം എന്താണ് LCM, 12 ആണ്. എന്നിട്ട് അതെടുത്ത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എല്ലായിടത്തും എന്താണ് 12 ആണ്. അപ്പം മുകളിൽ 12 വരും എല്ലായിടത്തും. അപ്പം എന്താണ് 12:4:3 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമ്മളവിടെ കോൺസെപ്റ്റും പറഞ്ഞു, അത് വെച്ചൊരു ക്വസ്റ്റ്യനും ചെയ്തു. ഇനി എന്താണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾ സപ്ലിമെൻ്ററി ആംഗിൾ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ
ഇതിൽ നമ്മളോട് ഒരു ഇൻസ്ക്രൈബ് ചെയ്തേക്കുന്ന സർക്കിളിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. അപ്പം അത് നമ്മൾ സർക്കിളിൻ്റെ കൂടെ പഠിക്കുകയുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇനി എന്താണ്, നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾ, സപ്ലിമെൻ്ററി ആംഗിൾ. കോംപ്ലിമെൻ്ററി ആംഗിളും സപ്ലിമെൻ്ററി ആംഗിളും. കോംപ്ലിമെൻ്ററി ആംഗിൾ ഇവിടെ ഇ ആട്ടോ. കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് രണ്ട് ആംഗിളിൻ്റെ സം എന്താണ്, സമ്മ 90 വരുന്നതാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. ഇവിടെ എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 90 വരും. അപ്പം സപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്, സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് എന്താ, ആൽഫ ബീറ്റ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും, 180 ഡിഗ്രി വരും. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ആംഗിൾ, സപ്ലിമെൻ്ററി ആംഗിൾ ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് എന്താണ്, പാരലൽ ലൈൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്താണ്, ഒരു പാരലൽ ലൈൻ വരച്ചു, രണ്ട് പാരലൽ ലൈൻ വരച്ചു, അതിനെ ക്രോസ് ചെയ്ത് ഒരു ട്രാൻസ്ലേഷനും വരച്ചു. എന്താണ്, നമ്മൾ ഓരോ ആംഗിൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പം 3, 4, 5, 6, 7, 8. നമുക്കിതിനകത്ത് എന്താണ്, ഇനി ഈക്വലായിട്ടുള്ള എടുത്തെഴുതാം. ഏതൊക്കെയാണ് ഈക്വൽ, ആംഗിൾ 1ഉം ആംഗിൾ 5 ഈക്വലാണ്, ആംഗിൾ 5 ഈക്വലാണ്. അതുപോലെ ആംഗിൾ 2ഉം ആംഗിൾ 6 ഈക്വലാണ്. അതുപോലെ എന്താണ്, ആംഗിൾ 3ഉം ആംഗിൾ 7 ഈക്വലാണ്. അതുപോലെ ആംഗിൾ 4ഉം ആംഗിൾ 8ഉം ഈക്വലാണ്. ഇത്ര എന്താണ്, ഇത്ര ഈക്വലായിട്ടുള്ള സംഗതികളാണ്. ഇനി എന്താണ്, ഈ സമ്മ് 180 വരുന്ന ഏതൊക്കെ ആംഗിളാണ്, അതെന്ന് പറയുന്ന ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 എന്ന് പറയുന്നത് എത്രയാണ്, 180ആണ്. അതുപോലെ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 എന്ന് പറയുന്നത് എത്രയാണ്, അതും 180ആണ്. അപ്പോൾ എന്താണ്, ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾസാണ്. അപ്പം സം എന്തായിരിക്കും, 180 ആയിരിക്കും. ഇതിന് പറയുന്ന പേരെന്താണ്, ഇതിന് പറയുന്ന പേര് ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. എപ്പോഴും സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ നമുക്കെന്താണ്, നമുക്ക് 3 പാരലലായി വരച്ചിട്ട് ഒരു തിയറം പഠിക്കാം. അങ്ങനെ പേര് കൊടുക്കാം, എ ബി സി ഇ എഫ്. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുന്നത്, അതായത് എ ബി ബൈ ബി സി എന്ന് പറയുന്നത് എന്താണ്, ഡി ബൈ ഇ എഫ് ആണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നത്, കാരണം ഈ 3 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാരലലാണ്. അപ്പം ട്രാൻസ്ലേറ്റർ വെച്ച് കട്ട് ചെയ്യും, എന്താണ്, ഇതെല്ലാം ഈക്വലായിരിക്കും, റേഷ്യോ ഈക്വലായിരിക്കും. ഈക്വലായിരിക്കും എന്നല്ല, പ്രപ്പോർഷണലായിരിക്കും. അതായത് ഇത് പ്രപ്പോർഷണലായിരിക്കും, ഇതും പ്രപ്പോർഷണലായിരിക്കും. ഇനി നമ്മളോട് ഇവിടെ ബി എന്ന് പറയുന്ന വാല്യൂ ചോദിക്കുകയാണെങ്കിൽ എന്താ, എ ഡി ഇൻറ്റു ബി സി പ്ലസ് എ ബി ഇൻറ്റു സി എഫ് ബൈ എന്താണ്, എ ബി പ്ലസ് ബി സി. ഇതാണ് എ ബി പ്ലസ് ബി സി. എന്താണ്, ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. എന്താണ്, എ ഡി ഇൻറ്റു ബി സി പ്ലസ് എ ബി ഇൻറ്റു സി എഫ് ബൈ എ ബി ഇൻറ്റു എ ബി പ്ലസ് ബി സി. എന്താണ്, ബിയുടെ ന്യൂമറിക്കൽ അളവ് കിട്ടും, വാല്യൂ കിട്ടും. ഇവിടെ ഈ പിങ്ങിൻ്റെ ഫിഗർ തന്നിട്ട് നമ്മളോട് എന്താണ്, ബി എന്താണെന്ന് ചോദിച്ചോ. അപ്പോൾ നമ്മൾ എന്തായാലും അതായത് 3 × 3, അതായത് എ ഡി ഇൻറ്റു ബി സി ചെയ്യാം. 3 × 3 ചെയ്യുമ്പോൾ 9 പ്ലസ് 3 × 6 ചെയ്യാം, 18 ചെയ്യാം ബൈ
3 3 6 വരും. ഈ 6 മാത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ AB + BC എന്നാണ്. അപ്പം 27/6 വരും. 4.5 കിട്ടും. ഇതിൻ്റെ ആൻസർ 4.5. ഞാൻ ഒന്നും ചെയ്തില്ല, ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്തു, ഇത്ര ഉള്ളൂ. അപ്പോൾ ഈ സംഭവം എന്താണ് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ്. നമ്മളെന്താണ് ടൈപ്പ് ഓഫ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എത്ര ടൈപ്പ് ട്രയാങ്കിളുണ്ട്? 3 ടൈപ്പ് ട്രയാങ്കിളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇക്വേറ്റർ ട്രയാങ്കിൾ, രണ്ടാമത്തേത് ഐസോസെലസ്, മൂന്നാമത്തേത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, നാലാമത്തേത് ഒബ്റ്റ്യൂസ് ആംഗിൾ. 3 ടൈപ്പ് ട്രയാങ്കിളുണ്ട്. അപ്പം ഇക്വേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും സെയിം ആയിരിക്കും. ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര? 60 ഡിഗ്രി വെച്ച് തരും. അപ്പം 60 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? ടോട്ടൽ 180 ഡിഗ്രി വരും. ഇവിടെ ഇക്വേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? വേറെ ഇക്വേഷനുണ്ട്. എന്താണ്? √3/4a². എന്താണ്? ഏരിയ ഓഫ് ഇക്വേറ്റർ ട്രയാങ്കിളാണ്. എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇക്വേഷൻ മറക്കാൻ പറ്റത്തില്ല. ഇതും നമുക്ക് എന്താണ്? ഇതും ഇക്വേറ്റർ ട്രയാങ്കിളിൻ്റെ കേസിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഏരിയ ഓഫ് ഇക്വേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഹൈറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലോ? ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? എ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ്, എ ബി. അപ്പോൾ എന്താ, എനിക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടേ ഒരേ സാധനം തന്നെയല്ലേ? അതായത് ഇക്വൽ ടുവിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് ഒരേ സാധനം തന്നെയാണ്. എനിക്ക് അത് രണ്ടും അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എ² എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എച്ച് ആണ്. ഒരേയും വെട്ടിപ്പോയി 1 2. ബാക്കിയുള്ള സാധനം എല്ലാം എടുത്ത് എഴുതുവാണെങ്കിൽ എന്താ കിട്ടുക നമുക്ക്? H = എന്ന് പറഞ്ഞാൽ √3/2a എന്ന് കിട്ടും. ഇത് അടുത്ത ഇക്വേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇക്വേറ്റർ ട്രയാങ്കിളിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷനാണ്. എന്താണ് നമുക്ക് അടുത്ത ട്രയാങ്കിളിനെ കുറിച്ച് പറയാം. അതായത് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ, ഐസോസെലസ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? 2 സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് വരയ്ക്കുകയാണെങ്കിൽ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഈ 2 സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ 2 സൈഡ് മാത്രമല്ല, 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിളിൽ ഏത് ചോദിച്ചാലും ഇതെന്താണ്? ഈ ഭാഗം ബേസ് ആയിട്ട് എടുക്കുക, ഇത് ഹൈറ്റ് ആയിട്ട് എടുക്കുക. ഹാഫ് ബി വെച്ച് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. പിന്നെ എന്താണ്? നമുക്കിനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ച് നോക്കാം. അപ്പം എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആംഗിൾ എന്തായിരിക്കും? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്താണ്? ഇപ്പോൾ ABC എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ BC എന്താണ്? ഹൈപ്പോട്ടനസ് ആയിരിക്കും. AC എന്താ? ഓപ്പോസിറ്റ് സൈഡ്. ഇത് എന്താ? അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് മാത്രം എൻ്റെ വിഖ്യാതമായ പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് എന്താ? ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? √/, ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ. ഇതാണ് ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഇനി എന്താണ്? 2 തരം ട്രയാങ്കിളിനെ കുറിച്ച് പറയാനുള്ളൂ. എന്താ? ഒന്ന് അക്യൂട്ട് ആംഗിൾ, മറ്റേത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത തന്നെ അതിനകത്ത് എല്ലാ ആംഗിളും >90 ഡിഗ്രി ആയിരിക്കും. >90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ചിഹ്നം. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിൽ പ്രത്യേകത തന്നെ എല്ലാം >90 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിളും >90 ആയിരിക്കും. എല്ലാ ആംഗിളും അല്ല, ഒരാംഗിൾ >90 ആയിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടെങ്കിൽ അത് >90 ആയിരിക്കും. അത് വരയ്ക്കുമ്പോൾ എങ്ങനെ എടുക്കും?
ഇങ്ങനെ അറിയാം. അപ്പം എ ബി സി ഇത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിളിലെ ഒരു എക്സാമ്പിളാണിത്. ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ഇതേറ്റർ തന്നെ വേണ്ടിയ. പക്ഷേ അക്യൂട്ട് ആംഗിളിൻ്റെ കേസിൽ എന്താണ്, അതിനകത്തുള്ള എല്ലാ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ലെസ് ദാൻ 90 ആയിരിക്കും. ഇവിടെ എല്ലാ ആംഗിളും വരും ആ ട്രയാങ്കിളിൽ. അതായത് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ വരും ഇവിടെ. അതാണ് വ്യത്യാസം. എന്താണ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ച വേറൊരു തിയറം പഠിക്കാം. എന്താ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ട്രയാങ്കിളുണ്ട്, ബേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് പോയേക്കുവാണ് എന്ന് വിചാരിക്കുകയാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനെ സമ്മാനിക്കും. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. അതായത് ഇതെന്താണ്, ഇത് ആംഗിൾ എയും ഇത് ആംഗിൾ ബിയും ആണെങ്കിൽ, ആംഗിൾ എക്സും ആണെങ്കിൽ ആംഗിൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. ഇനി എന്താണ്, നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല പറയുന്നത്, എപ്പോഴും SSC പരീക്ഷകളിൽ ചോദിച്ച് കാണുന്നൊരു സംഭവമാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഇത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് ഇങ്ങനെ വരയ്ക്കുക, താഴേക്ക് സെയിം സാധനം. നെയിം A B C D, താഴെ E. നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നൊരു സംഭവമാണ് എന്താണ്, ഈ ആംഗിൾ എ തന്നിട്ട് ഈ ആംഗിൾ ഏതാണെന്ന് ചോദിക്കും. അതായത് BDC ഏതാണെന്ന് ചോദിക്കും. അതിന് രണ്ടിനും ഇക്വേഷൻ ഉണ്ട്. BDCക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, BECക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. രണ്ട് ആംഗിളാട്ടോ. ഞാൻ തൽക്കാലം ഈ ആംഗിൾ എക്ക് എന്താണ് തീറ്റ എന്ന് കൊടുക്കുക. BDC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, 90 പ്ലസ് θ/2. ഇവിടെ എന്താണ് 90 മൈനസ് θ/2. അപ്പോൾ ഇത് രണ്ടും ഒരു പെയറായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഇനി ഞാൻ ഈ BDC എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിനെ ഞാൻ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആക്കുക. അപ്പം അതെന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കാം, ഡിസ്ക്രൈബ് ചെയ്യും. കറക്റ്റായില്ല, എന്നാലും എന്താണ് ഞാൻ BDEC ഇങ്ങനൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിരുന്നു. അപ്പം എന്താണ് ഇവിടെ തട്ടുന്നെന്ന് വിചാരിക്കാം. ഇത് D വരും. അപ്പം ഈ BDC BECയുടെ സമയം എന്താ 180 വരും. എന്താണ് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ മാത്രം. ഇനി എന്താണ് ഈ BDC എന്ന് പറയുന്ന ക്വാഡ്രിലേറ്റർ എന്താ, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് ചോദിക്കുക. സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ എന്താ പ്രത്യേകത, അതിൻ്റെ ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് BDCയുടെ സമവും BECയുടെ സമവും എന്തായിരിക്കും, എപ്പോഴും 180 ആയിരിക്കും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. അതായത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ മാത്രമേ ആ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 വരത്തുള്ളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ എന്താ ചോദിച്ചേക്കുന്നത്, അതായത് നമുക്ക് തന്നേക്കുന്ന ഈ ആംഗിൾ D എന്ന് പറയുന്നത് എത്രയാണ്, 80 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 80 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചേക്കുന്നത് A ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതായത് BDC കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ 90 പ്ലസ് θ/2 ആണ് പഠിച്ചു. എന്താ ഇവിടെ BDC തന്നിട്ടുണ്ട്, എത്ര 80 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഈ തീറ്റ എന്നുള്ളത് A ആണ്. അപ്പം സോൾവ് ഫോർ തീറ്റ ആണ്. 90 പ്ലസ് θ/2 ആണ് തന്നിട്ടുണ്ട്. അപ്പം 80 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 180 പ്ലസ് തീറ്റ എന്ന് പറയും. ഡിഗ്രിയല്ല, എന്താണ് 160 ഡിഗ്രി എന്ന് പറയുന്നത്, 160 ഡിഗ്രി എന്ന് പറയുന്നത് 180 പ്ലസ് തീറ്റ എന്ന് വരും. തീറ്റ കിട്ടും -20 എന്ന് കിട്ടും. ആംഗിൾ ഒരിക്കലും മൈനസ് വരാത്തതുകൊണ്ട് നമ്മളെന്താ മൈനസ് ഇടുവാനേക്ക്. ഓപ്ഷൻ C20 ആണ് ആൻസർ. അപ്പം ഇപ്പോൾ എന്താ 20 വരും. ഇത് നമുക്ക് എന്താണ് സൈൻ റൂൾ പഠിക്കാം. ഇപ്പം എന്താണ് സൈൻ റൂൾ എന്താണ്, ഇപ്പം എന്താണ് സൈൻ റൂൾ.
ഇവിടെ എന്താണ്, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. A B C ഹൈറ്റ് സൈഡ് B C. സൈൻ റൂൾ എന്താ പറയുന്നത്? സൈൻ റൂൾ പറയുന്നത് A ബൈ സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് B ബൈ സൈൻ ഓഫ് ബി എന്ന് പറയുന്നു C ബൈ സൈൻ ഓഫ് സി എന്ന് പറയുന്നത് എന്താ ഒരു കോൺസ്റ്റൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റേ, അതായത് A ഈസിക്കൽ ടു കെ സൈൻ എ, അതായത് ബി എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് കെ സൈൻ ബി, സി എന്ന് പറയുന്നത് കെ സൈൻ സി. ഇനി എന്താണ്, നമുക്ക് ഇതിനകത്ത് നിന്ന് സൈൻ ബിയുടെ വാല്യൂ സൈൻ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് വരും. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എച്ച് ബൈ സി എന്ന് വരും. എച്ച് ബൈ സി എന്ന് വരും. എന്നാൽ സൈൻ സിയുടെ വാല്യൂ എന്ന് വരും. സൈൻ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ആംഗിൾ ഇതാ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ബി എച്ച് ബൈ ബി വരും. ഇവിടെ എച്ച് ഈസിക്കൽ കൊടുക്കുമ്പോൾ എന്ത് വരും, സി സൈൻ ബി വരും. ഇവിടെ എച്ച് ഏതാ ബി ഏതാ, താഴെ കിടക്കുന്ന ബി ആണ്. അപ്പം ഇവിടെ ബി സൈൻ സി എന്ന് പറയുന്നത് എന്താ, എച്ച് ആണ്. ഇവിടെ എന്താ, ഇവിടെ എച്ച് ആട്ടോ, എച്ചാണ്, ഇത് എച്ചാണ്. ഇനി നമ്മൾ മോഡ് പറഞ്ഞ ട്രയാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇപ്പോൾ ബേസ് എന്താണ്, നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ഹൈറ്റിന് പകരം എന്താണ് നമ്മൾ ബി സൈൻ സി, ഒന്നുകിൽ ബി സൈൻ സി ഇടുക അല്ലെങ്കിൽ സി സൈൻ സി ഇടുക. അതായത് സി സൈൻ ബി ഇടാൻ പോകും, സി സൈൻ ബി. ഇപ്പോൾ ഒരു ഇക്വേഷനായി. അടുത്ത എന്താ, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു നമ്മൾ അടുത്ത് ബി സൈൻ സി ഇടാൻ പോവാം. ബി ഇൻറ്റു സൈൻ സി. നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കൂടെ എഴുതാൻ പറ്റും. അതെങ്ങനെയാണ്, അതായത് ഇപ്പം അതിൻ്റെ ടെക്നോളജി മനസ്സിലായി. അതായത് ഇപ്പം രണ്ട് സൈഡ് എടുക്കുക, എയും സി എടുക്കുക, അതിൻ്റെ നടുക്കത്തെ ആംഗിളിലെ സൈൻ എടുക്കുക. അതുപോലെ സി ഇപ്പം നമ്മൾ പിന്നെ എടുത്ത ഏതാണ്, നമ്മൾ എയും ബിയും എടുത്തു, അതിൻ്റെ നടുക്കത്തെ ആംഗിൾ സിയുടെ സൈൻ എടുക്കുക. അപ്പം ഇവിടെ എന്താ വരിക, സി ബി സൈൻ എ വരും. ബാക്കി സി ഇൻറ്റു ബി ഇൻറ്റു സൈൻ എ വരും. അപ്പം ഇതാണ് സൈൻ റൂള്. ഒന്നുമില്ല, എന്താണ് ബേസും ഹൈറ്റുമായിട്ട് ഈ രണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുക്കത്തെ ആംഗിളിലെ സൈനും കൂടി എടുക്കുക. അപ്പോൾ അതാണ് സൈൻ റൂൾ. ഹാഫ് ഇൻറ്റു ബേസ് സൈഡ് കൊടുക്കുന്നതിന് പകരം എയും സിയും എടുക്കുക, അതിൻ്റെ കൂടെ എയും സി എടുക്കുമ്പോൾ അതിൻ്റെ നടുക്കത്തെ സൈൻ ബി വരും. ഇങ്ങനെ 3 പേരുണ്ടാക്കുക. ഇതാണ് സൈൻ റൂൾ. അപ്പം തീർന്നില്ല, നമുക്ക് എന്താണ് കോസ് റൂൾ പഠിക്കാനുള്ളത്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് കോസ് സൈൻ റൂളാണ്, COSI. അപ്പം നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. A B C. അതുപോലെ സൈഡ് എ സൈഡ് ബി സൈഡ് സി. അപ്പോൾ കൊസൈൻ റൂൾ എന്താ പറയുന്നത്, കൊസൈൻ റൂൾ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എന്ന് പറഞ്ഞ സൈഡിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എങ്ങനെയാണ്, ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2BC കോസ് എ ആണ്. കോസ് ഓഫ് ആംഗിൾ എ ആണ്. അതുപോലെ തന്നെയാണ് ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്താ, ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2BC കോസ്
കോസ് ഓഫ് ആംഗിൾ ബി ആണ് ഇത് വരും. അപ്പോൾ എന്താണ് നമുക്കിപ്പം ഇവിടെയും പരിപാടി മനസ്സിലായി. എന്താണ് നമുക്ക് ഇവിടെ ഈ സി എന്ന് പറഞ്ഞ സൈഡ് വേണമെങ്കിൽ ഈ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന സൈഡ് ബിയുടെ എയുടെ ആദ്യം സ്ക്വയർ എടുത്തിട്ട് സം ചെയ്തിട്ട് അതിനകത്ത് 2BC മൈനസ് ചെയ്തിട്ട് ഈ ആംഗിളിൽ കോസ് എടുത്താൽ മതി എന്ന് മനസ്സിലായി. അപ്പോൾ അതങ്ങനെ എഴുതുന്നത് C² = എന്താ A² + B² - 2AB എഴുതിക്കഴിഞ്ഞ് പിന്നെ എന്താണ് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ സി, അതായത് ഈ ആംഗിൾ വരും കോസ് ഓഫ് ആംഗിൾ സി. ഇതാണ് എന്ത് കോസ് റൂൾ എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെച്ചോളാം. സൈൻ റൂൾ എന്താണ്? സൈൻ റൂൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു. ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് നടുക്ക് കിടക്കുന്ന ആംഗിളിൽ സൈൻ എടുത്താൽ മതി. അതായത് ½ എടുക്കുമ്പോൾ A/C എടുത്തിട്ട് അതിനടുക്കത്ത് കിടക്കുന്ന ആംഗിളിൽ ബിയുടെ സൈൻ എടുക്കുക. അപ്പോൾ ഏരിയ കിട്ടും. ഇവിടെ എന്താണ് നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് ഇടുക, ആ വാല്യൂ ഓഫ് എ കിട്ടുന്നത്. ഇതാണ് എൻ്റെ സൈൻ റൂളും കോസ് റൂളും തരും.